സാധാരണഗതിയിൽ നമ്മളൊരു വീടോ ഫ്ലാറ്റോ ഒക്കെ വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെ വന്നു പോകണമെന്നതും ആരൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ തങ്ങണമെന്നുള്ളതും അവനവൻ തന്നെയാകും തീരുമാനിക്കുക. എന്നാൽ ബംഗളൂരുവിൽ ഒരു ജോലി നേടുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് താമസത്തിന് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത്. ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്നതിനാൽ കഴുത്തറക്കുന്ന വാടകയ്ക്ക് പുറമെ വീട്ടുടമകളുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ വേറെയും. അതിൽ തന്നെ അവിവാഹിതരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. ബാച്ചിലേഴ്സിന് വീട് നൽകില്ല എന്നൊരു വിഭാഗം വീട്ടുടമസ്ഥർ തീരുമാനിക്കുമ്പോൾ മറ്റു ചിലർ ലോകത്തില്ലാത്ത നിയമങ്ങളാണ് അവർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ സിറ്റികളിൽ പലയിടത്തും വാടക വീട് തേടിയെത്തുന്നത് അവിവാഹിതരാണെങ്കിൽ വിശദമായി ചില ഇൻ്റർവ്യൂകളൊക്കെ ചെയ്ത ശേഷം മാത്രമേ വീട് പോലും നൽകൂ. ഇനി ഇൻ്റർവ്യൂ പാസ്സായാലും അവർ ഏത് ഭക്ഷണം പാകം ചെയ്യണം, എത്ര മണിക്ക് വീട്ടിലെത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കർശന നിയന്ത്രണങ്ങളും ഉണ്ടാകും. മ്യൂസിക് സിസ്റ്റം ഉപയോഗിക്കാൻ പാടില്ല, ഒത്തുചേരലുകൾ ഉണ്ടാവരുത് തുടങ്ങിയ ചട്ടങ്ങൾ വേറെയും. ആദ്യത്തെ ജോലിക്കായി ബംഗളൂരിലെത്തുന്ന യുവാക്കൾക്ക് ഇവിടുത്തെ കനത്ത ഡെപ്പോസിറ്റ് തുക താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ്. ബാച്ചിലേഴ്സിന് വീട് കണ്ടെത്തുന്നതിന് പ്രയാസമായതിനാൽ ഇടനിലക്കാരും പരമാവധി പണം പിഴിഞ്ഞ് ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. പണം നൽകി താമസിച്ചിട്ടും ജീവിതം മറ്റു വ്യക്തികൾ നിയന്ത്രിക്കുന്ന തരം അനുഭവം നേരിടേണ്ടി വരുന്നവരാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന അവിവാഹിതരിൽ ഏറെയും. അത്തരത്തിൽ ഒരു റെസിഡൻഷ്യൽ സൊസൈറ്റിയിൽ അവിടെ താമസമാക്കിയ യുവാക്കൾക്ക് 5000 രൂപ പിഴ അടയ്ക്കണമെന്ന് കാണിച്ച് നോട്ടീസ് ലഭിച്ച അനുഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. പോസ്റ്റിട്ട യുവാവും സുഹൃത്തും താമസിക്കുന്ന വീട്ടിൽ ഒരു രാത്രി യുവതികൾ താമസിച്ചു എന്ന് കാണിച്ചാണ് പിഴ ചുമത്താൻ റെസിഡൻഷ്യൽ സൊസൈറ്റി തീരുമാനിച്ചത്. ഇൻവോയ്സിന്റെ സ്ക്രീൻഷോട്ട് അടക്കം യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അന്യായമായി അത്തരത്തിൽ പിഴ നൽകാൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സൊസൈറ്റിക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ടോ എന്നാരാഞ്ഞുകൊണ്ടാണ് യുവാവിൻ്റെ ഈ പോസ്റ്റ്. മെയിൻ്റനൻസ് ചാർജ് അടക്കമുള്ള എല്ലാ ചെലവുകളും മറ്റ് താമസക്കാരെ പോലെ തന്നെയാണ് തങ്ങളും അടച്ചു വരുന്നതെന്നും യുവാവ് എടുത്തു പറയുന്നു. എന്നാൽ ഇവിടെ അവിവാഹിതരായ യുവാക്കൾക്ക് മാത്രമായി ഒരു പ്രത്യേക ചട്ടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബത്തെ അല്ലാതെ മറ്റതിഥികളെ ഒന്നും രാത്രി വീട്ടിൽ തങ്ങാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ചട്ടം. ഒക്ടോബർ 31 ഇവർ തങ്ങുന്ന വീട്ടിൽ 2 യുവതികൾ രാത്രി താമസിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നവംബർ 1 ഈ റെസിഡൻഷ്യൽ സൊസൈറ്റി നോട്ടീസ് നൽകിയത്. ഇവിടെ താമസം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതെന്നും യുവാവ് പറയുന്നു. ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുമില്ല. വിവേചനപരമായ നടപടിയാണെന്ന് തോന്നിയതിനാൽ നിയമം മാറ്റാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനാവുമോ എന്ന് സൊസൈറ്റി അധികൃതരോട് യുവാവ് ആരാഞ്ഞിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. അധികൃതർ ഈ തീരുമാനം മാറ്റുവാൻ ചിന്തിക്കുന്ന രീതിയിൽ നിയമ നടപടി സ്വീകരിക്കാനാവുമോ എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഈ സമൂഹ മാധ്യമത്തിൽ ഈ പോസ്റ്റിട്ടതിലൂടെ ഈ യുവാക്കൾ തേടുന്നത്. റെസിഡൻഷ്യൽ സൊസൈറ്റിയുടെ നടപടിയോട് കടുത്ത വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ആളുകൾ പ്രതികരണം അറിയിക്കുന്നത്. തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കാനാവുമെന്നും എന്നാൽ അതിനായി പണവും സമയവും ഏറെ ചെലവഴിക്കേണ്ടി വരുമെന്നും കണക്കിലെടുത്തുകൊണ്ട് അത് ഉറപ്പിക്കുന്ന ആൾക്കാരും കൂടുതലാണ്. എന്നാൽ കമൻറ്റ് ബോക്സിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു താമസ സ്ഥലം കണ്ടെത്തി മാറാനാണ് ഭൂരിഭാഗം ആളുകളും ഈ യുവാക്കൾക്ക് നൽകുന്ന ഉപദേശം.